എനിക്ക് പള്ളിയിൽ പോണ്ട. ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്ക്. ഈദ് മുബാറക്ക് പറയാൻ കുറച്ച് ലേറ്റായി പോയി. ഇത് ഈദ് വ്ളോഗാട്ടെ ഇന്നത്തെ. ഈദിൻ്റെ കുറച്ച് വിശേഷങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഈദിന് സാധാരണ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു ചെറിയ വ്ളോഗാണ്. എന്തായാലും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇതിപ്പോൾ രാവിലെ ഒരു 4 മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളെല്ലാവരും ഇന്ന് ഈദ്ഗാഹിന് പോകാമെന്നെല്ലാം പ്ലാൻ ചെയ്തിട്ട് കിടന്നേനു. അപ്പോൾ എല്ലാവരും എണീച്ചിന്. ലാസ്റ്റാണ് ഞാൻ ആഹിലിനെ പോയി വിളിക്കുന്നത്. ഇവിടെ പെരുന്നാൾ നിസ്കാരം 5:30 ആ ഒരു ടൈമിലാണ്. നമ്മളൊരു 4 മണി അങ്ങനെ ആകുമ്പോൾ എണീച്ച് പിന്നെ ഫജറെല്ലാം നിസ്കരിച്ച് ഓരോരുത്തരായി പോയി കുളിച്ച് റെഡിയായി വരുമ്പോഴത്തേക്ക് എന്തായാലും ആ ഒരു ടൈം ആവുമല്ലോ. അന്നേരം കാര്യമായിട്ട് ഫുഡൊന്നും അങ്ങനെയൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ആർക്കും വേണ്ട. എല്ലാവരും ഓരോ ഗ്ലാസ് വെള്ളമെല്ലാം കുടിച്ച് അങ്ങനെ നമ്മൾ പള്ളിയിലേക്ക് പോവുക ചെയ്തിന്. കുറച്ച് ഹോളിൽ വന്ന് കിടക്ക്. ഓക്കെ, മെല്ലെ 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 പോ. ഇല്ല, അങ്ങനെ ഇതാ നമ്മൾ റെഡിയായി. ആഹിലിനും എന്തോന്നറിയില്ല, നല്ല ഇൻട്രസ്റ്റിനും വിളിച്ചപാടും വേഗം എണീക്കൊല്ലും ചെയ്തിന് കേട്ടോ. ഇന്നലെ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ എല്ലാവരും കിടന്നിന്. ഇതിപ്പോൾ ഈദ്ഗാഹ് നമ്മളെ വീട്ടിൻ്റെ കുറച്ച് അടുത്തായിട്ട് തന്നെയാണ്. ഒരുപാട് നടക്കാനൊന്നുമില്ല. പിന്നെ പള്ളിയിലും ഉണ്ട് നിസ്കാരം. പക്ഷേ കുട്ടികൾ പറഞ്ഞാൽ എന്തായാലും നമുക്ക് ഈദ്ഗാഹിൽ പോവാം. അപ്പോൾ അങ്ങനെ പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്കാണ് പോയിന്. ഇതിപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ എത്തീന് കേട്ടോ. ഞാൻ പറഞ്ഞില്ല അടുത്താന്ന്. നമ്മൾ എത്തിക്കഴിഞ്ഞ് പിന്നെ കുറേ ആളുകൾ വന്നേ. അത്യാവശ്യം നല്ലോണം ആൾക്കാരുണ്ടേനു. പിന്നെ നിസ്കാരമെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക്. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാനൊരു ഈദ്ഗാഹിൽ ഇങ്ങനെ പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നത്. ഇനി മുന്നേ ഒന്നും പോയിട്ടില്ല കേട്ടോ. ഇപ്രാവശ്യം കുട്ടികൾക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ചെയ്യുന്നു പോവാം, നമ്മൾ അറിയണമല്ലോ എങ്ങനെയാണെന്നുള്ള. അങ്ങനെ പോയി. പിന്നെ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ കുറേ ചോക്ലേറ്റ്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറേ എന്താ പറയുക, കുറേ ആളുകൾ പെരുന്നാൾ പൈസ പോലെ ഇങ്ങനെ ചെറിയ മക്കൾക്കെല്ലാം അങ്ങനെ ഒരു സൈഡിൽ നിന്നൊക്കെ കൊടുക്കുന്ന കണ്ടിനു. അങ്ങനെ കുറേ കാര്യങ്ങൾ. എനിക്കിതൊരു പുതിയ എക്സ്പീരിയൻസ് ചെയ്യുന്നു. അങ്ങനെ തിരിച്ചു വന്ന് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന. ഫസ്റ്റ് തന്നെ ഇതാ ഞാൻ റൈസ് കാക്കുള്ള ചായ റെഡിയാക്കല. ഇന്നിപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് കഴിഞ്ഞ വ്ളോഗ് കണ്ടവർക്ക് അറിയാൻ പറ്റും, ഞാൻ അപ്പത്തിന് വേണ്ടി അരിയെല്ലാം അരച്ച് വെച്ചിരുന്നു. അപ്പം വെള്ളാപ്പത്തിൻ്റെ അരിയാട്ടാ. അത് ഞാൻ ദോശക്കല്ലിൽ ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞി അപ്പമായിട്ട് അങ്ങനെ ചുട്ടെടുക്കലാണ്. അപ്പോൾ അങ്ങനെ അപ്പവും പിന്നെ ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന. കോളിഫ്ലവർ ഞാൻ മാരിനേറ്റ് ചെയ്തിട്ട് ഇന്നലെ വെച്ചിരുന്നു ഫ്രിഡ്ജിൽ. അപ്പം എടുത്ത് അത് ഫ്രൈ ആക്കി പെട്ടെന്നാക്കാമല്ലോ. ഈ ഒരു ടൈമിൽ കുട്ടികൾ ഡ്രസ്സെല്ലാം മാറ്റി റെഡിയാകുന്നുണ്ട്. ഇവിടെ സത്യം പറഞ്ഞാൽ പെരുന്നാൾ എന്ന് പറയുമ്പം അങ്ങനെ ഭയങ്കര കാര്യമായിട്ടുള്ള പരിപാടികളൊന്നും രാവിലെ ടൈമിൽ ഉണ്ടാവില്ല. എല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ എനിക്ക് തോന്നുന്നു രാത്രിയായിരിക്കും. അധികവും രാവിലെ പെരുന്നാൾ നിസ്കാരം. ഇപ്പം ഈദ്ഗാഹിനോ അല്ലെങ്കിൽ പള്ളിയിലോ പോയിട്ടില്ലെങ്കിൽ വീട്ടിൽ നിന്ന് നിസ്കരിക്കും. പിന്നെ റെഡിയാവും, കുറച്ച് ഫോട്ടോസ് എടുക്കും, നാട്ടിലേക്ക് അയക്കും, അവരെ ഫോട്ടോസ് കാണും. അങ്ങനെ പിന്നെ നാട്ടിലെല്ലാവരും വിളിക്കും. അങ്ങനെയൊക്കെ തന്നെ. പിന്നെ കിടന്ന് ഉറങ്ങലാണ് രാവിലെ. നേരത്തെ എണീക്കുന്നതല്ലേ, നാട്ടിലെ പോലെയല്ലല്ലോ. ഇവിടെ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ 5-5:30 നിസ്കാരം ഉണ്ടാകുമ്പം നേരത്തെ എണീക്കണം. അപ്പോൾ ഉറക്കെല്ലാം പോകുന്നതുകൊണ്ട് തന്നെ എല്ലാവരും കിടന്നുറങ്ങും. പിന്നെ ചില ആളുകൾ ഉറങ്ങുന്നതിന് മുന്നേ ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ചോറെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങനെ കിടക്കും. അല്ലാത്തവർ ഉറങ്ങി എണീച്ചിട്ട് ചോറുണ്ടാക്കിയിട്ട് അങ്ങനെ കഴിക്കുന്നവരുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും ഒന്ന് ഉറക്കെല്ലാം തെളിഞ്ഞ് ഒന്ന് ഉഷാറായി ഒന്ന് പുറത്തേക്ക് ഇറങ്ങുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാത്രിയാണ്.
ഇന്നിപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് കഴിഞ്ഞ് ഒന്ന് ഡ്രസ്സെല്ലാം മാറ്റി ഒന്ന് പുറത്ത് പോയി ഫോട്ടോ എല്ലാം എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ നമ്മൾ രാവിലെ പോയിനേനു ബോക്സ് പാർക്ക് ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ഏരിയയിലേക്കിന് പോയിന്. പ്രാവശ്യം നമ്മൾ വിചാരിച്ച് കത്താറയിൽ കുറച്ചൊരു എന്താ പറയുക ഒരു പച്ചപ്പും ആ ഒരു ഗ്രീനറി ഒന്ന് നോക്കി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്രാവശ്യം കത്താറയിലേക്കാട്ടോ പോകുന്നത്. നമ്മൾ അപ്പവും ഗോബി മഞ്ചൂരിയൻ എല്ലാം റെഡി ആയിന്. പിന്നെ ഞാൻ ലേശം ചട്നിയും കൂടി ആക്കീന്. അഹിലിന് ഗോബി മഞ്ചൂരിയൻ അത്ര വലിയ ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ വിചാരിച്ച് കുറച്ച് ചട്നി ആക്കാമെന്ന്. ഇന്ന് ഞാൻ പിന്നെ രാവിലെ തന്നെ നോൺ വെജ് ഒന്നും ഉണ്ടാക്കാണ്ട് നിന്ന് തന്നെയാണ്. ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്ക് എന്തായാലും ബിരിയാണി ആക്കുന്നുണ്ടല്ലോ, അപ്പം രാവിലെ ഇങ്ങനെ ലൈറ്റായിട്ട് ഉണ്ടാക്കാമെന്ന്. മക്കൾ ഓരോരുത്തരായി ഇതാ റെഡിയായി വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ കാണുന്ന സംഭവമെല്ലാം ഞാൻ ഓൺലൈനിൽ ടെമൂല് വാങ്ങിയതാട്ടോ. കുട്ടികൾക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റിയ നല്ല നല്ല റിങ്സ് ആണെങ്കിലും ഇങ്ങനെയുള്ള ജ്വല്ലറി ടൈപ്പെല്ലാം നല്ല ഉണ്ട്. കുട്ടികൾക്ക് നല്ല നമ്മൾ വലിയ ആൾക്കും യൂസ് ചെയ്യാം. ഈ ഒരു കമ്മലാണെങ്കിലും എനിക്ക് നല്ല ഇഷ്ടമായി. ഇതിൻ്റെ ബാക്കിൽ നിന്നാണ് അത് ഹാങ് ചെയ്ത് വരുന്നത്. അധികം വെയിറ്റൊന്നുമില്ല, അതുവാക്ക് അധികം വെയിറ്റുള്ള പറ്റൂല. അപ്പം അങ്ങനെ നല്ല ടൈപ്പ് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഞാനൊരു മാക്സി ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിനു രാവിലെ ഇടാൻ. അല്ലാണ്ട് പെരുന്നാൾ ഡ്രസ്സായിട്ട് ഞാൻ വാങ്ങിച്ചത് അബായ ആട്ടാ. ഞാൻ മുന്നേ വ്ളോഗിൽ കാണിച്ചിനല്ലോ. ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഇതാട്ടാ. ഇത് കോട്ടൺ ക്ലോത്താണ് വരുന്നത്. ഫുൾ ലൂസിൽ ഇതുപോലെ ഫുൾ സ്ലീവ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക ചെയ്തിന്. ഇത് കട്ട് ചെയ്ത് വെച്ചിട്ട് കുറേ ദിവസമായിട്ടാ. ഉമ്മ വന്ന സമയത്ത് അങ്ങനെ കൊണ്ടുവന്നേനു. സ്റ്റിച്ച് ചെയ്യൽ പിന്നെ നീക്കി വെച്ചിട്ട് പെരുന്നാളിൻ്റെ തലേ ദിവസം ഇരുന്ന് അടിക്കുക ചെയ്തത്. പിന്നെ ഒരുപാട് വർക്കും കാര്യങ്ങളും മോഡലൊന്നും അല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിന്. അങ്ങനെ ഇതാ ഞാൻ പറഞ്ഞല്ലോ കത്താറയിലേക്ക് പോകുന്ന. റോട്ടുമലൊന്നും അങ്ങനെ അധികം തിരക്കും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ കത്താറയിലും കാര്യമായിട്ട് തിരക്കൊന്നും ഇല്ലേനു. നമ്മൾ പോകുമ്പോൾ അവിടെ ഒരു ഫിലിപ്പിനോ ഫാമിലി ഉണ്ടേനു, ഒരു 5-8 പേര്. അവർ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് ഉഷാറാക്കുന്നുണ്ടേനു. പിന്നെ 1-2 കപ്പിൾസും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഈ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. അൽഹംദുലില്ലാ നല്ല ഫോട്ടോസെല്ലാം കിട്ടീന്. മക്കൾക്ക് വേണ്ടി അതേനു നല്ല ഫോട്ടോസ് വേണമെന്ന് പറഞ്ഞിട്ട് അവർ മുന്നേ പ്ലാൻ ചെയ്തു ഇങ്ങനെ ഈ ഒരു ഏരിയയിൽ വരാമെന്ന്. പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് ചൂട് കുറവാന്ന് പറഞ്ഞാലും അത്യാവശ്യം ചൂടെല്ലാം ഉണ്ടേനു. നമ്മൾ പിന്നെ നേരെ വീട്ടിലേക്ക് വന്ന് ഇതാ ഡ്രിങ്ക്സ് ഉണ്ടാക്കി വെച്ചിനേനു ഞാൻ തലേന്ന് തന്നെ. അപ്പം അതെല്ലാം കുടിച്ച് കുട്ടികൾ ഓരോരുത്തരായി കിടക്കാൻ പോയിട്ടുണ്ട്. ഞാൻ വിചാരിച്ച് ബിരിയാണിയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് പോയി കിടക്കാമെന്ന്. ഉറക്കിങ്ങനെ വരുന്നുണ്ടേനു. ഉറങ്ങി കഴിഞ്ഞിട്ടെല്ലാം വന്ന് ഉണ്ടാക്കുമ്പം ഒരു ബിരിയാണി ഉണ്ടാക്കേണ്ട ഒരു മൂടൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഈ ഒരു പണിയെല്ലാം കഴിഞ്ഞിട്ട് പോയിട്ട് സമാധാനത്തിൽ കിടക്കാമെന്ന്. ഇന്നിപ്പം മീൻ ബിരിയാണി ഉണ്ടാക്കുന്നത് അത് പിന്നെ അറിയാലോ, അത്യാവശ്യം ഈസി ആയിട്ടുള്ള പരിപാടിയല്ലേ. ഇനിയിപ്പോൾ ഇതാ ദമ്മിടൽ പ്രോസസ്സാണ്. അങ്ങനെ ബിരിയാണി പരിപാടിയെല്ലാം കഴിഞ്ഞ് കിച്ചൺ ഏകദേശം ഒന്ന് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ഉറങ്ങി എണീച്ച് വരാട്ടോ. എല്ലാവരും ഉറങ്ങി എണീച്ച് ഇതാ ചോറ് തിന്നുമ്പോഴത്തേക്ക് ഏകദേശം 2:30-3 മണി ആവാനായിനേനു. ഉറക്കം ശരിയായിട്ടില്ലെങ്കിൽ പിന്നെ ഫുഡൊന്നും കഴിച്ചാൽ പോവില്ല. പിന്നെ ഞാനും വിചാരിച്ച് കുട്ടികളും നല്ലോണം അങ്ങ് ഉറങ്ങിക്കോട്ടെ എന്ന്. ഫുഡെല്ലാം കഴിച്ച് പിന്നെ ഞാൻ പുഡിങ് ആക്കിനേനു.
കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ ഉമ്മലി ഉണ്ടാക്കുന്നത് കാണിച്ചിരുന്നല്ലോ, അതിൽ നട്ട്സ് ഇടുന്നതുകൊണ്ട് ഇവിടെ കുട്ടികൾക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ ഞാൻ കുറച്ച് ക്രീമൊക്കെ വെച്ചിട്ടുള്ള ഒരു പുഡിങ് ഉണ്ടാക്കിനു. അപ്പോൾ ഫുഡെല്ലാം കഴിച്ചിട്ട് ഞാൻ അതും കൂടെ കൊടുക്കുന്ന. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല കേട്ടോ. അത് ഞാൻ ബിരിയാണി ആക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ആക്കിയതാണ്. അതുകൊണ്ട് എനിക്ക് രണ്ടും കൂടെ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇൻഷാല്ലാ ഞാൻ അടുത്ത വരുന്ന വ്ളോഗിലെല്ലാം ആയിട്ട് കൊടുക്കാം. ഇതൊരു 5 ലെയറായിട്ട് വരുന്ന പുഡിങ്ങാണ്. നല്ല ടേസ്റ്റാണ്. ഈ പറഞ്ഞ പോലെ നട്ട്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇവിടെ മക്കൾക്ക് നല്ല ഇഷ്ടം ഇത്. അങ്ങനെ അവർക്ക് കൊടുത്ത് പിന്നെ ഞാനും കുറച്ച്, ഞാൻ വേറെ പാത്രത്തിലേക്കൊന്നും ഇട്ടിട്ടില്ല, ഞാൻ ഇതിൽ നിന്ന് തന്നെ കഴിക്കുക ചെയ്തിന്. ഇത് പിന്നെ ഈവനിങ് ആട്ടാ. റൈസ് ഖാൻ്റെ പെങ്ങളെ മോളും ഹസ്ബൻഡും കുട്ടിയെല്ലാം വന്നിനേനു. പിന്നെ നമ്മൾ അവരോട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിന്. വെൻ്റെ മുകളിലേക്കാണ് പോയിന്. കുറച്ച് നേരം പിന്നെ അവിടെ ഇങ്ങനെ നടന്ന് കളിച്ച് പിന്നെ തിരിച്ച് വീട്ടിലേക്ക്. പിന്നെ രാത്രിക്കേക്കുള്ള ഫുഡും കാര്യങ്ങളെല്ലാം ഓൾറെഡി ബിരിയാണി അവിടെ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ആക്കിനേനു കേട്ടോ. എന്തായാലും രാത്രി എടുക്കാം എന്നെല്ലാം വിചാരിച്ചിട്ട്. അപ്പം ഫുഡിൻ്റെ പരിപാടിയൊന്നും കാര്യമായിട്ട് ഇനി നോക്കാനില്ല. ഇത് ലാസ്റ്റിലായിട്ട് നമ്മളെടുത്ത കുറച്ച് ഫോട്ടോസ് ഇൻക്ലൂഡ് ആക്കിനെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഈദ് വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇഷ്ടമായെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം. ടേക്ക് കെയർ, ബൈ ബൈ.